കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ബാങ്കിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അവസാന വീഡിയോയിൽ കെയർഫെഡ് അക്കൗണ്ടൻറ്റ് തസ്തികയുടെ സിലബസ് ഡിസ്കഷൻ, അതിൽ 3 പേപ്പറുകളായിരുന്നു മെയിനായിട്ട് ഉള്ളത്. കോപ്പറേഷനും ബാങ്കിങ്ങും 40 വീതം മാർക്ക് വെച്ചിട്ട് 80 മാർക്കിന്. അവസാന 20 മാർക്ക് IT, കാരണം DCA ആണ് അടിസ്ഥാന യോഗ്യത. അതുകൊണ്ട് തന്നെ 20 മാർക്കിന് സാധാ ഡിഗ്രി ലെവൽ IT സിലബസ് പ്രകാരം അല്ലാത്ത കുറച്ചും കൂടി വൈഡായിട്ടുള്ള IT സിലബസ് കണ്ടിരുന്നു. അതിൽ ബാങ്കിങ് ഭാഗത്തുള്ള ക്ലാസ്സുകളാണ് ആരംഭിക്കാൻ പോകുന്നത്. ഏറ്റവും ഫസ്റ്റത്തെ സിലബസിൽ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടായിരുന്നു ദ ടേം ബാങ്കിങ്, ഒറിജിൻ ഓഫ് ദി ടേം ബാങ്ക് എന്ന ഒരു ഇൻട്രോ പാർട്ട് എല്ലാ സിലബസിൻ്റെ ഭാഗമായിട്ട് ആദ്യം വരാറുണ്ട്. പല എക്സാമിനും അവിടുന്ന് പോലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഈ വേർഡ് മീനിങ് എന്താ, ഏത് ലാംഗ്വേജ് നിന്നാണ് വേർഡ് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. ഈ ഷോർട്ട് വീഡിയോയിൽ എത്ര കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടാതെ നോട്ട്സുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. അല്ലേ, ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒറിജിൻ ഓഫ് ദി വേർഡ് ബാങ്ക് എന്ന് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് സിലബസിലെ പോയിന്റ് തന്നെ. ബാങ്ക് എന്ന ടേം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അതിൻ്റെ ഹിസ്റ്ററിയും ഡീറ്റെയിൽഡ് പിന്നീട് പറയും. ഈ വീഡിയോയിൽ അതിൻ്റെ വേർഡ് മീനിങ് കുറിച്ച് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ഒരു ഇറ്റാലിയൻ കണക്ഷനിൽ കാണാൻ പറ്റും. ദ ബാങ്ക് എന്ന വേർഡ് ഇറ്റാലിയൻ വേർഡ്, അത് ബാങ്ക വിച്ച് മീൻസ് ബെഞ്ച് ഓർ കൗണ്ടർ. പണ്ട് കാലത്ത് ബെഞ്ച് എന്ന രീതിയിൽ നമുക്ക് ഈ പോയിന്റുകളിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ബെഞ്ച് എന്ന വേർഡ് ബാങ്കിനായിട്ട് ബന്ധം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് പറയാം. ആദ്യമേ മനസ്സിലാക്കുന്നത് വേർഡ് ബാങ്ക് വിച്ച് മീൻസ് ബെഞ്ച് വിച്ച് ഡിറൈവ്ഡ് ഫ്രം ഇറ്റാലിയൻ വേർഡ് ബാങ്ക. ആ സ്പെല്ലിങ് നോക്കണം, കാരണം MCQ ക്വസ്റ്റ്യനിൽ അതുപോലും തെറ്റിച്ചിട്ടല്ല, അതുപോലും നോക്കിയിട്ട് ആൻസർ ചെയ്യേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ്, ഒരു ഫിനാൻഷ്യൽ ഹബ്ബായിട്ട് പിന്നീട് ബാങ്ക് മാറുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ബെഞ്ചായിരുന്നു പറഞ്ഞു. ആ എങ്ങനെ ബെഞ്ച് വന്നത് നമുക്ക് നോക്കാം. ഈ മിഡീവൽ സമയത്ത് ഇറ്റാലിയൻ വെനീസ് പോലെ നഗരങ്ങളിൽ ട്രേഡ്, ഫിനാൻസ് അത്തരം സെൻറ്ററുകളിൽ മണി ലെൻഡേഴ്സ്, മെർച്ചൻസ് ഇവരൊക്കെ ഒരു എന്താ പറയുക, മുകളിൽ സൂചിപ്പിച്ച പോലെ ബാങ്ക എന്ന് സൂചിപ്പിച്ച പോലെ ബെഞ്ചുകളിൽ ഇരുന്നിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, അവർ ട്രാൻസാക്ഷൻ നടത്തിയിരുന്നത്. അതിൽ ആ ബെഞ്ച് എന്ന് സൂചിപ്പിച്ച അതിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ബെഞ്ച് പോലുള്ള സംഭവം ഇരുന്നിട്ട് അവർ ട്രാൻസാക്ഷൻ, കറൻസി എക്സ്ചേഞ്ച്, അത്തരം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയതിനാൽ ആ ബെഞ്ച് എന്ന രീതിയിലാണ് ബാങ്ക എന്ന ഇറ്റാലിയൻ വേർഡ് ബാങ്ക് എന്ന വേർഡിലേക്ക് അത് രൂപാന്തരപ്പെടുന്നത്. പിന്നീട് അതിനൊരു ഫ്രഞ്ച് വേർഡ്, പല വേർഡുകളുണ്ട്, ആ നോട്ട്സിൽ ഉൾപ്പെടുത്താം. ഇറ്റാലിയൻ വേർഡ് ബാങ്കോ, ലാറ്റിൻ വേർഡ് ബാങ്കസ്, ഗ്രീക്ക് വേർഡ് ബാങ്ക്, ഫ്രഞ്ച് വേർഡ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്താം. ജസ്റ്റ് അതിൽ പറയാനൊന്നുമില്ല, പക്ഷെ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ഫ്രഞ്ച് കണക്ഷനും അതിലുണ്ട്. പല ലാംഗ്വേജുകളിലും ഒക്കെ ഡിറൈവ് ചെയ്തെന്ന് പറയാറുണ്ട്. ഈ ബാങ്ക് എന്ന സാമ്യമുള്ള പല ലാംഗ്വേജുകളിലെ പേരിൽ നിന്ന് അത് വന്നു എന്ന് പറയാറുണ്ട്. നമ്മൾ മെയിനായിട്ട് ഒന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതിൻ്റെ ഹിസ്റ്ററിയിൽ പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ ബാങ്ക് ഇന്ന് കാണുന്ന പോലെയെല്ലാം അത് കാര്യം ഷുവറാണ്. പിന്നീട് അത് പടിപടിയായി അതിലെ മാറ്റങ്ങൾ വന്നിട്ടാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഓൺലൈൻ രീതിയിലേക്കൊക്കെ ഇത് മാറി വരുന്നത്. അതുപോലെ ഒരു 3 പാർട്ടായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഏർലി സ്റ്റേജിൽ ബാങ്ക് എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെഞ്ച്, കൗണ്ടർ എന്ന രീതിയിൽ ഒരു ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിച്ചു. അത് അത്രയേ ഉള്ളൂ ബാങ്കിൻ്റെ കൺസെപ്റ്റ്. പിന്നീട് എന്താവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലേക്ക് മാറുന്നത്, അതായത് ദ ടേം ജനറലി ഷിഫ്റ്റഡ് ടു റെപ്രസെൻറ്റ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദംസെൽഫ് സച്ച് ആസ് ബാങ്ക്സ്. അതുപോലുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ട് അത് മാറുന്നുണ്ട്. ഏറ്റവും എന്താ പറയുക, മോഡേൺ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ പ്രിമൈസസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേം ബാങ്ക്. ഇന്ന് നമ്മൾ ഏത് അർത്ഥത്തിലാണ് ബാങ്ക് ഉപയോഗിക്കുന്നത്, ആ രീതിയിലേക്ക് അത് പടിപടിയായിട്ട് മാറ്റം വന്ന്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മിഡീവൽ കേസ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഇറ്റാലിയൻ കണക്ഷൻ ഉണ്ട്, ബാങ്ക വിച്ച് മീൻസ് ബെഞ്ച് എന്ന് പറഞ്ഞു. അത് പിന്നീട് 14th സെഞ്ച്വറി ആകുമ്പോഴേക്കും അതൊരു ഫോർമൽ രൂപത്തിലേക്ക് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ എമർജൻസ് ഓഫ് സിഗ്നിഫിക്കൻസ് ബാങ്ക്സിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള ഒരു ഒഫീഷ്യൽ ഫോർമൽ രീതിയിലേക്ക് അതിൽ മാറ്റം വരുന്നു.
പിന്നീട് അത് യൂറോപ്യൻ അത് ബാങ്ക് സിസ്റ്റം ഡെവലപ്ഡ് ഇൻ അതർ യൂറോപ്യൻ കൺട്രീസ് സ്പ്രെഡ് ദ യൂസ് ഓഫ് ദ ടേം ബാങ്ക് ത്രൂ ഔട്ട് ദ കണ്ടന്റ്. ആ രീതിയിലേക്ക് ബാങ്കും ആ വേർഡൊക്കെ എന്ത് ചെയ്യുന്നതാണ് പടിപടിയായിട്ട് മാറ്റങ്ങൾ വരുന്നു. ഇവിടെ ഓർത്ത് വെക്കേണ്ട 3 ടേമുകൾ കൂടിയുണ്ട്. ബാങ്കിങ്, ബാങ്കർ, ബാങ്കിങ് ഓൺ. നോക്കാം. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ബാങ്കിങ് ആക്ടിവിറ്റീസ്, ബാങ്കിങ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. റെഫേഴ്സ് ടു സിസ്റ്റം ആൻഡ് ആക്ടിവിറ്റീസ് അസോസിയേറ്റ് വിത്ത് മാനേജിങ് മണി ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലേ. ബാങ്കിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് റിലേറ്റിംഗ് ടു മാനേജിങ് മണി ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ബാങ്കർ, who is a banker? A person who works in bank or is involved in banking activities. ബാങ്കർ ഇൻഡിക്കേറ്റ് ചെയ്യുക അദ്ദേഹം ഒരു ബാങ്കർ ആണെന്ന് പറയാറുണ്ട്. ബാങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിച്ചത് പോലെ തന്നെ എന്താ പറയുക, എ പേഴ്സൺ ഹൂ വർക്ക്സ് ഇൻ എ ബാങ്ക്. പിന്നെ ഒരു ഫ്രൈസാണ് ബാങ്കിങ് ഓൺ. നമ്മൾ ബാങ്ക് സിലബസുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു എന്താ പറയുക, സംതിങ് ഒരു ട്രസ്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഐ ബാങ്കിങ് ഓൺ യുവർ ആക്ടിവിറ്റീസ്, ഐ ബാങ്കിങ് ഓൺ യുവർ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ താങ്കളുടെ സഹായത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഫ്രേസായിട്ടും ബാങ്കിങ് ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്ര പേരിട്ട് പറയാനുള്ളൂ. ഡീറ്റെയിൽസ് നോട്ട്സ് ഉൾപ്പെടുത്താം, അതും കൂടെ കിട്ടിയാലേ ഇത് പൂർണ്ണമാവുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.